എല്ലാവർക്കും നമസ്കാരം. ഞാൻ രാജീവ് ബേപ്പൂർ, നന്മയുടെ ജില്ലാ കൺവീനറാണ്. നന്മയുടെ ഈ കുട്ടികളുടെ ഓൺലൈൻ ജില്ലാ കലോത്സവം ഈ വേദി ഉദ്ഘാടനം ചെയ്യാനെത്തിയ ബഹുമാനപ്പെട്ട സിനിമാ നടനായിട്ടുള്ള നമുക്കെല്ലാവർക്കും സുപരിചിതനായ ശ്രീ മാമുക്കോയ അവർകളെ ഹാർദമായിട്ട് ഈ ചടങ്ങിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ വേദിയിലേക്ക് അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് നമ്മുടെ ജില്ലാ ചെയർമാനായിട്ടുള്ള ശ്രീ ഷിബു മുത്താടാണ്. അദ്ദേഹത്തിന് ഞാൻ ഹാർദമായിട്ട് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിൽ ആശംസകൾ അർപ്പിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രശസ്തനായിട്ടുള്ള നാടകകൃത്തും നാടക സംവിധായകനും മുൻ അക്കാദമി ചെയർമാനും കൂടിയായിട്ടുള്ള സൂര്യകൃഷ്ണമൂർത്തി സാറാണ്. അദ്ദേഹത്തിനെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നീട് ആശംസകൾ അർപ്പിക്കുന്നത് നമ്മുടെ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള സേവർ പുൽപ്പാട് മാഷാണ്. അദ്ദേഹത്തിനെയും നമ്മുടെ ജില്ലാ പ്രസിഡന്റായിട്ടുള്ള വിൽസൺ സാമുവലിനെയും കോഴിക്കോട്ടെ പ്രശസ്ത നാടക സംവിധായകനും നാടക പ്രവർത്തകനുമായ ശ്രീ കെ ആർ മോഹൻദാസിനെയും പ്രശസ്ത സിനിമാ നടനും നാടക സംവിധായകനും കൂടിയായ ശ്രീ വിജയൻ വി നായരെയും നന്മയുടെ ബാലരംഗ വേദിയുടെ സംസ്ഥാന കൺവീനറായിട്ടുള്ള കലാമണ്ഡലം സത്യവർദ്ധൻ മാഷയും ഞാൻ ആശംസകൾ അർപ്പിക്കുന്ന ഈ അവസരത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. മാത്രമല്ല, സംസ്ഥാന കമ്മിറ്റി ഭാരവാഹികളെയും ജില്ലാ കമ്മിറ്റി എക്സിക്യൂട്ടീവ് അംഗങ്ങളെയും നമ്മുടെ പരിപാടിയിൽ എല്ലാ പരിപാടികളും അവതരിപ്പിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെയും അവരെ പ്രോത്സാഹിപ്പിക്കുന്ന രക്ഷിതാക്കളെയും ഞാൻ ഈ ചടങ്ങിലേക്ക് ഹാർദമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിന് അധ്യക്ഷസ്ഥാനം വഹിക്കുന്നതിന് വേണ്ടി നമ്മുടെ ബഹുമാനപ്പെട്ട ജില്ലാ ചെയർമാൻ ശ്രീ ഷിബു മുത്താട്ടിനെ ഞാൻ ഹാർദമായിട്ട് സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം. ഏറെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. മലയാള കലാകാരന്മാരുടെ ദേശീയ സംഘടനയായ നന്മ ബാലയരങ്ങ് ഓൺലൈൻ കലോത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. യൂണിറ്റ്, മേഖല, ജില്ലാ, സംസ്ഥാന കലോത്സവങ്ങൾ അതിവിപുലമായ രീതിയിൽ ഓൺലൈനായി നടന്നുകൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷകരമായ ഒരു ദിവസമാണ് ഇനി വരാൻ വേണ്ടി പോകുന്നത്. നവംബർ 15 മുതൽ കോഴിക്കോട് ജില്ലയുടെ ഓൺലൈൻ കലോത്സവങ്ങൾ ഫേസ്ബുക്ക് പേജിലൂടെ നടക്കുകയാണ്. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ നമുക്ക് കിട്ടിയിരിക്കുന്നത് മലയാളത്തിന്റെ ഏറെ പ്രിയപ്പെട്ട നടൻ, കോഴിക്കോട്ടുകാരുടെ സ്വന്തം മാമുക്കോയയാണ്. ഏറെ സ്നേഹത്തോടുകൂടി മാമുക്കയെ കോഴിക്കോട് ജില്ല നന്മയുടെ ബാലയരങ്ങ്
ഓൺലൈൻ കലോത്സവം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും ഓൺലൈൻ കലോത്സവം പങ്കെടുക്കുന്ന കേരളത്തിലെയും കോഴിക്കോട്ടെയും എല്ലാ കുട്ടികൾക്കും ഹൃദയം നിറഞ്ഞ ആശംസ. മലയാള കലാകാരന്മാരുടെ ദേശീയ സംഘടനയായ നന്മയുടെ ബാലവിഭാഗമാണ് നന്മ ബാലയരങ്ങ്. ഈ കോവിഡ് കാലത്ത് വീടുകളിൽ ഒതുങ്ങിയിരിക്കുന്ന കുട്ടികൾക്ക് അവരുടേതായ കലാസാഹിത്യ കഴിവുകൾ ആവിഷ്കരിക്കാൻ ബാലയരങ്ങ് സംസ്ഥാന തലത്തിൽ ആരംഭിച്ച പരിപാടിയാണ് ബാലയരങ്ങ് ഓൺലൈൻ കലോത്സവം 2020. ഈ നവംബർ 15 മുതൽ നന്മ കോഴിക്കോടിൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ കലോത്സവം ആരംഭിക്കുകയാണ്. രചനാ മത്സരത്തിലും കലാപരിപാടികളിലുമായി LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലെ ആയിരക്കണക്കിന് കുട്ടികൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. ഏഷ്യയിലെ ഏറ്റവും വലിയ കലാമാമാങ്കമായ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ ഓൺലൈൻ പതിപ്പാണ് നന്മ നടത്തുന്ന ബാലയരങ്ങ് ഓൺലൈൻ കലോത്സവം. കോഴിക്കോട് ജില്ലയുടെ ഈ കലോത്സവം ഞാൻ വളരെ സന്തോഷപൂർവ്വം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി. നമസ്കാരം, ഞാൻ സൂര്യ കൃഷ്ണമൂർത്തി. നന്മയുടെ പ്രവർത്തനങ്ങൾ അടുത്തു നിന്നും ചിലപ്പോൾ ദൂരെ നിന്നും നോക്കിക്കാണുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് പലപ്പോഴും നന്മയുടെ പ്രവർത്തനങ്ങളുമായി യോജിച്ച് പ്രവർത്തിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. ഒരുപിടി നല്ല കാര്യങ്ങളാണ് നന്മയുടെ പ്രവർത്തകർ കാഴ്ചവെക്കുന്നത്. കോവിഡ് കാലത്തിനോ ലോക്ക്ഡൗൺ പീരിയഡിനോ നന്മയുടെ പ്രവർത്തകരെ തളർത്താൻ കഴിയുക ഇല്ല എന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചുകൊണ്ട് അവർ ഒരു സംസ്ഥാന ഓൺലൈൻ കലോത്സവം നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നു. ബാലയരങ്ങിൻ്റെ ആഭിമുഖ്യത്തിലാണ് ഈ കലോത്സവം നടക്കുന്നത്. ഇതൊരു വലിയ കാര്യമാണ്. കാരണം തളർന്നുപോയ കുട്ടികളിൽ ശുഭാപ്തി വിശ്വാസം കൊണ്ടുവരുവാൻ ഈ കലോത്സവത്തിന് കഴിയും. ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. എല്ലാ മംഗളങ്ങളും നേരുന്നു. എല്ലാ വിജയങ്ങളും ഉണ്ടാകട്ടെ. നന്ദി, നമസ്കാരം. ഞാൻ സേവ്യർ പുൽപ്പാട്ട്, കലാകാരന്മാരുടെ സംഘടനയായ നന്മയുടെ സംസ്ഥാന പ്രസിഡന്റ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ബഹുമാനിലെ സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും നമസ്കാരം. കലാകാരന്മാരുടെ സംഘടനയായ നന്മ, അതിന്റെ കുട്ടികളുടെ വിഭാഗമായ നന്മ ബാലയരങ്ങിന്റെ ആഭിമുഖ്യത്തിൽ 2020 നവംബർ മാസം 1-ാം തീയതി കുട്ടികളുടെ ഒരു ഓൺലൈൻ കലോത്സവം ആരംഭിച്ചു. ഈ കലോത്സവം ഉദ്ഘാടനം ചെയ്തത് കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ബഹുമാനായ പ്രൊഫസർ സി രവീന്ദ്രനാഥാണ്. അതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനമാണ് അദ്ദേഹം നിർവഹിച്ചത്. അന്ന് ആരംഭിച്ചത് മേഖലാ മത്സരങ്ങളാണ്. കേരളത്തിലെ 14 ജില്ലകളിലും ഏതാണ്ട് 200-ൽ പരം മേഖലകളിലായി മേഖലാ മത്സരങ്ങൾ അന്ന് ആരംഭിച്ചു. 12,000-ൽ പരം കുട്ടികളാണ് ഈ പരിപാടിയിൽ പങ്കെടുത്തത്. തീർച്ചയായും ആവേശകരമായ ഒരു അനുഭവമായിരുന്നു ഇത്. ഇത്തരം കുട്ടികളെ ഇത്തരം പരിപാടിയിൽ സംഘടിപ്പിക്കാൻ കഴിയുക എന്നത് ഏറെ ശ്രമകരമായ ദൗത്യമാണ്. നന്മയുടെ വിവിധ ജില്ലാ കമ്മിറ്റികളും മേഖലാ കമ്മിറ്റികളും ആ ദൗത്യം ഏറിയും കുറഞ്ഞും വിജയകരമായി തന്നെ നടത്തി എന്നത് തീർച്ചയായും ആഹ്ലാദകരമായ അഭിമാനകരമായ കാര്യമാണ്.
കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, കുട്ടികൾക്ക് വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്ത ഒരു കാലത്താണ് ഈ കോവിഡ് കാലത്ത് അവർ ജീവിക്കുന്നത്. കുട്ടികൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് അവരുടെ മസ്തിഷ്കം വികസിക്കുന്നത്. കൂടുതൽ അറിവുകൾ, ചിന്തകൾ ഉണ്ടാകുന്നത് വീട്ടകങ്ങളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ്. അവരുടെ സർഗവാസനകൾ, കലാപരമായ സാഹിത്യപരമായ വാസനകൾ വികസിപ്പിക്കാൻ കഴിയുന്നതും വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ്. പക്ഷെ ദൗർഭാഗ്യമെന്ന് പറയട്ടെ, കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വീട്ടകങ്ങളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്ത അവസ്ഥയിൽ എത്തപ്പെട്ടിരിക്കുന്നു. വിദ്യാലയങ്ങളിൽ പോലും പോകാൻ കഴിയാത്ത അവസ്ഥയിൽ ആ കുട്ടികൾ എത്തപ്പെട്ടിരിക്കുന്നു. ഇത്തരമൊരു പശ്ചാത്തലത്തിലാണ് കലാകാരന്മാരുടെ സംഘടന തീർച്ചയായും ഇത്തരം ഒരു കലോത്സവം സംഘടിപ്പിക്കുക എന്ന വളരെ ശ്രമകരമായ അധ്വാനമുള്ള ഒരു പരിപാടി ഏറ്റെടുത്തത്. തീർച്ചയായും നൂറുകണക്കിന് കലാകാരന്മാർ അതിനുവേണ്ടി അനവരതം അധ്വാനിച്ചു. അധ്വാനത്തിന്റെ ഫലമായിട്ട് വളരെ വിജയകരമായിട്ട് അതിന്റെ ആദ്യഘട്ടം മേഖലാ മത്സരങ്ങൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞു. രണ്ടാം ഘട്ടം ഈ മാസം 15-ാം തീയതി ആരംഭിക്കുകയാണ്. മൂന്നാം ഘട്ടമായ സംസ്ഥാന കലോത്സവം അത് ഡിസംബർ മാസം അവസാനം അത് നടത്തണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, തീരുമാനിച്ചിട്ടുള്ളത്. ജില്ലാ കലോത്സവമാണ് ഈ 15-ാം തീയതി നടത്താൻ പോകുന്നത്. തീർച്ചയായും മേഖലാ കലോത്സവങ്ങൾ പോലെ തന്നെ വളരെ വിജയകരമായി ഇത് നടത്തി തീർക്കാൻ കഴിയുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് എല്ലാ ജില്ലകളിലും നടന്നുകൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം അതിന് മേഖലാ മത്സരങ്ങൾ വളരെ വിജയകരമായി നടത്തി തീർന്നു എന്നറിയുന്നതിൽ അതീവ സന്തോഷം. ഏതാണ്ട് സംസ്ഥാനത്തൊട്ടാകെ 12,000-ൽ പരം കുട്ടികളാണ് പങ്കെടുത്തതെങ്കിൽ കോഴിക്കോട് ജില്ലയിൽ മാത്രം ഏതാണ്ട് 2,500 പരം കുട്ടികൾ ഇതിൽ പങ്കെടുത്തത് അഭിമാനകരമായ നേട്ടമാണ്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം, അതിന്റെ സംഘാടകരെ സംബന്ധിച്ചിടത്തോളം, നന്മയിലെ ജില്ലാ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായ നേട്ടമാണ്. അതിന് നേതൃത്വം കൊടുത്തവരെ തീർച്ചയായും ഈ അവസരത്തിൽ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി ഞാൻ അഭിനന്ദിക്കുകയാണ്. ഞാൻ ദീർഘമായി പറഞ്ഞു പോകുന്നില്ല. ഈ ജില്ലാ കലോത്സവത്തിനും എല്ലാ ഭാവങ്ങളും ആശംസിച്ചുകൊണ്ട് എല്ലാ തരത്തിലും അത് വമ്പിച്ച വിജയമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അഭിവാദനങ്ങൾ. പ്രിയമുള്ള നന്മ ബാലരംഗ് 2020 കലോത്സവത്തിൻ്റെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട മാമുക്കോയ, മറ്റ് നന്മയിലെ ഭാരവാഹികളെ, പ്രിയമുള്ള നന്മ കുടുംബാംഗങ്ങളെ, വളരെ ശ്രമകരവും ആകർഷകരവുമായ ഒരു ദൗത്യം നമ്മൾ പൂർത്തീകരിച്ചിരിക്കുകയാണ്. നന്മ സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം ഈ കെട്ടകാലത്ത് കുട്ടികളുടെ കലാവാസനയെ പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടി, അവരെ വിരസ നിമിഷങ്ങളെ സന്തോഷമുള്ള ദിനങ്ങളാക്കി മാറ്റുന്നതിനു വേണ്ടി നന്മ സംസ്ഥാന കമ്മിറ്റി ആസൂത്രണം ചെയ്ത പരിപാടിയാണ് നന്മ ബാലരംഗ് കലോത്സവം 2020. അതിൻ്റെ മേഖലാ മത്സരങ്ങളൊക്കെ ഭംഗിയായി നടത്താൻ നമുക്ക് കഴിയും. ഇന്ന് ജില്ലാ മത്സരങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഗ്രൂപ്പ് ഐറ്റംസ് ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് ഉള്ള ഘടനയായിരുന്നു മത്സരത്തിലുണ്ടായിരുന്നത്. നമുക്ക് സംസ്ഥാന കമ്മിറ്റി നിർദ്ദേശിച്ച പോലെ തന്നെ കൃത്യമായി നമുക്ക് അത് നിർവഹിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഏറെ ചാരിതാർത്ഥ്യജനകമായ വസ്തുതയാണ്. അതിന് കാരണമായിട്ടുള്ളത് കോഴിക്കോട് ജില്ലയുടെ 13 മേഖലയിലെയും ഭാരവാഹികളുടെ പ്രവർത്തനവും നന്മയുടെ അംഗങ്ങളുടെ മനസ്സിൻ്റെ വലിപ്പവുമാണ്. കൂടാതെ രക്ഷിതാക്കളുടെ സഹകരണം. കൃത്യസമയത്തിന് നമുക്ക് റിസൾട്ട് അനൗൺസ് ചെയ്യാൻ കഴിഞ്ഞു. ജില്ലയുടെ മത്സരങ്ങളിലേക്ക് നമ്മൾ എത്തി നിൽക്കുന്നു. ഈ അവസരത്തിൽ നന്മ എന്ന സംഘടനയുടെ സംഘടനാ ശക്തിയെക്കുറിച്ചും
പൊതുജനങ്ങളിലേറെ മതിപ്പുളവാക്കാൻ ഈ ഒരു മത്സരം നമുക്ക് വക നൽകി എന്ന് തന്നെ വളരെ സന്തോഷത്തോടെ നിങ്ങളെ അറിയിക്കുകയാണ്. കേരളത്തിലെ 14 ജില്ലയിലും വെച്ച് ഏറ്റവും അധികം കൂടുതൽ പങ്കെടുപ്പിക്കാൻ കുട്ടികളെ ഓൺലൈനിലൂടെ മത്സരങ്ങളിൽ പങ്കെടുപ്പിക്കാൻ കോഴിക്കോട് ജില്ലയ്ക്ക് കഴിഞ്ഞു എന്നുള്ളതും നമ്മുടെ പ്രവർത്തനത്തിൻ്റെ സാധ്യതയെ, അതിൻ്റെ വിശ്വാസ്യതയെ നമ്മൾ ഉറപ്പുവരുത്തി കഴിഞ്ഞിരിക്കുന്നു. ഈ ഒരു ദിവസത്തിൽ ഒരു ആശംസാ സന്ദേശം നൽകുക എന്നതിലുപരിയായിട്ട് നിങ്ങളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് എൻ്റെ പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടാനുള്ള പ്രവർത്തനങ്ങളെ ഞങ്ങളെ സഹായിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ടും ഇനിയും ജില്ലാ മത്സരങ്ങളും സംസ്ഥാന മത്സരവും നടക്കേണ്ടതുണ്ട്. അതൊക്കെ തന്നെ ഈ കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ നൽകിയ എല്ലാ സഹകരണവും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും ഞാൻ നിർത്തുന്നു. ഞാൻ ബിൽസൺ സാമുവൽ, നന്മ ജില്ലാ പ്രസിഡന്റ്. പ്രിയമുള്ളവരെ, നമസ്കാരം. നന്മ ബാലയരങ്ങം സംസ്ഥാന തലത്തിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ഓൺലൈൻ കലോത്സവം സംഘടിപ്പിച്ചു വരികയാണല്ലോ. അതിൻ്റെ ഭാഗമായി കോഴിക്കോട് ജില്ലാ മത്സരങ്ങളുടെ ഔപചാരികമായ ഉദ്ഘാടനം നമ്മുടെ പ്രിയ നടൻ ശ്രീ മാമുക്കോയ ഇന്നിവിടെ നിർവഹിച്ചിരിക്കുകയാണ്. ഇന്നലകളിലെ പോലെ നിറഞ്ഞ പ്രേക്ഷക സദസ്സിന് മുന്നിലെ അരങ്ങിൽ ആടിപ്പാടി തിമിർക്കാൻ ഈ കൊറോണ കാലം നമ്മെ അനുവദിക്കുന്നില്ല. എങ്കിലും വിദ്യാർത്ഥികളുടെ കലാപരമായ കഴിവുകൾ പ്രകടിപ്പിക്കാൻ ഓൺലൈൻ വഴി വേദിയൊരുക്കിയിരിക്കുകയാണ് നന്മ ബാലയരങ്ങ്. എൻ്റെ സംഘാടകരെ ഞാൻ ഏറെ അഭിനന്ദിക്കുന്നു. അതോടൊപ്പം ഈ മത്സരത്തിൽ പങ്കെടുക്കുന്ന എല്ലാ കലാകാരന്മാർക്കും കലാകാരികൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ, ആശംസകൾ. നന്ദി, നമസ്കാരം. സുഹൃത്തുക്കളെ, ഞാൻ വിജയൻ വി നായർ. നന്മ സ്കൂൾ കുട്ടികൾക്കായിട്ട് നടത്തുന്ന വിവിധ ഇനം മത്സരങ്ങൾ മേഖലാ തലത്തിലും ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിലും നടത്തുന്ന കലോത്സവം, അതിനെക്കുറിച്ച് 2 വാക്ക് സംസാരിക്കാനാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നത്. ഇപ്പോഴത്തെ ഒരവസ്ഥയെക്കുറിച്ച് നിങ്ങൾക്കും എനിക്കുമൊക്കെ നന്നായിട്ടറിയാം. ഈ കൊറോണ കാലം മുതിർന്നവരെയും കുട്ടികളെയും മാനസികമായും ചിന്താപരമായും ബുദ്ധിപരമായും ശാരീരികമായും ഒക്കെ തളർത്തിക്കൊണ്ടിരിക്കുന്ന വല്ലാത്തൊരു അവസ്ഥയിലാണ്. പക്ഷെ ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് നമ്മുടെ കുട്ടികളെയാണ്. അവർക്ക് ഈ ഒരു കാലം സ്കൂളിൽ പോകുന്ന കുട്ടികളോടൊത്ത് കളിച്ച് ചിരിച്ച് ആ കൂട്ടായ്മയോട് ഒരുപാട് ഊർജം അവർക്ക് കിട്ടുമായിരുന്നു, ഒരുപാട് നല്ല ചിന്തകൾ വരുമായിരുന്നു, മാനസികമായിട്ട് ഒരുപാട് വളർച്ചകൾ ഉണ്ടാകുമായിരുന്നു. അതെല്ലാം മുരടിച്ചു പോയൊരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. എല്ലാം ഓൺലൈനിലാണ്. ഇത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നമ്മളോട് പറയാനും പറ്റുന്നില്ല, നമ്മൾക്കത് മനസ്സിലാക്കാനും പറ്റാത്തൊരവസ്ഥയാണ്. ഇവിടെയാണ് നന്മ നടത്തുന്ന ഈ കലോത്സവത്തിൻ്റെ പ്രാധാന്യം. അതുകൊണ്ട് തന്നെ ഇതെന്തുകൊണ്ടും പ്രശംസനീയമാണ്. ഈ ഒരു കാലയളവിൽ വളരെ നന്മയുടെ തലപ്പത്തിരിക്കുന്നവരും നന്മ പ്രവർത്തകരും ഇങ്ങനൊരു പരിപാടി ആസൂത്രണം ചെയ്തതിൽ ശരിക്കും പ്രശംസനീയമാണ്. ആവശ്യമായൊരു സാധനമാണ് നന്മപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു പ്രവൃത്തി എൻ്റെ എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു. കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. എല്ലാം ഗംഭീരമാവട്ടെ. നന്മ ഇനിയും ഒരുപാട് പുതിയ പരിപാടികൾ ആവിഷ്കരിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ആശംസ നേരുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം. മലയാള കലാകാരന്മാരുടെ ദേശീയ സംഘടനയായ നന്മ വിദ്യാർത്ഥികൾക്കായി നടത്തുന്ന നന്മ ബാലയരങ്ങ് ഓൺലൈൻ ജില്ലാ കലോത്സവത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും.
നമസ്കാരം. വളരെയധികം സന്തോഷം. നമ്മുടെ നന്മ ബാലയരങ്ങിൻ്റെ കലോത്സവം 3ാമത്തെ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. യൂണിറ്റ് കഴിഞ്ഞു, മേഖല കഴിഞ്ഞു, ജില്ലാതല മത്സരത്തിലേക്കുള്ള കാൽവെപ്പാണ്. കോഴിക്കോട് ജില്ല വളരെയധികം കേരളത്തിലെ ഏറ്റവും നല്ല പ്രബലമായ ഒരു ജില്ലയായിട്ട് മാറിക്കഴിഞ്ഞു. ഏറ്റവും നന്നായി 2500 കുട്ടികളാണ് നമ്മുടെ മത്സരത്തിൽ പങ്കാളികളായത്. വളരെയധികം സന്തോഷം. ഇത്രയും ഗംഭീരമായിട്ട് നടത്തിയ കോഴിക്കോട് ജില്ലയ്ക്ക് സംസ്ഥാന കമ്മിറ്റിയുടെ എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു. ഈ ജില്ലാതല കലോത്സവത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. നന്മ ബാലയരങ്ങ് സംസ്ഥാന കമ്മിറ്റിയുടെ എല്ലാവിധ ആശംസകളും കോഴിക്കോട് ജില്ലയ്ക്ക് അർപ്പിക്കുന്നു. നമസ്കാരം. പ്രിയമുള്ള ബാലകലാകാരന്മാരെ, നന്മയുടെയും സർഗവനിതയുടെയും സഹോദരീ സഹോദരന്മാരെ, നന്മയുടെ ബാലയരങ്ങിൻ്റെ സംസ്ഥാനാടിസ്ഥാനത്തിലുള്ള കലാമത്സരങ്ങൾ നടന്നു വരികയാണല്ലോ. അത് കോഴിക്കോട് ജില്ലയുടെ കലാമത്സരങ്ങളാണ് നടക്കാൻ പോകുന്നത്. നന്മ ഉണ്ടായതിനു ശേഷം ആദ്യമായി അതിൻ്റെ ഒരു സബ് കമ്മിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഒരു വിഭാഗം എന്നുള്ള നിലയിലാണ് നന്മ സർഗവനിത ഉണ്ടായിട്ടുള്ളത്. പിന്നീടാണ് നന്മ ബാലയരങ്ങിന് രൂപം കൊടുത്തിട്ടുള്ളത്. ബാലകലാകാരന്മാരെ പ്രോത്സാഹിപ്പിച്ചു കൊണ്ടുവരിക എന്നുള്ളത് വരും കാലങ്ങളിൽ കലാകാരന്മാരുടെ ചെറിയ കുട്ടികളുടെ സർഗശേഷിയെ വികസിപ്പിച്ച് അവർക്ക് ആ കഴിവുണ്ടാക്കി അവരുടെ ഭാവി കാലത്തേക്ക് കലാമേഖലയിൽ ഉറച്ചു നിർത്തുന്നതിനും കലയുടെ അവബോധം ഉണ്ടാക്കുന്നതിനും കലയെ ജീവിതമാക്കി മാറ്റുന്നതിനും കല ജീവിതം തന്നെയാണ് എന്നുള്ള ഒരു ബോധം ഉണ്ടാക്കുന്നതിനും വേണ്ടിയിട്ടാണ്. ഇതിന്റെ പിന്നിൽ വലിയ അധ്വാനമാണ് കേരളത്തിലെ കലാകാരന്മാരും കലാകാരികളും നന്മയിലെയും സർഗവനിതയിലെയും നമ്മുടെ പ്രിയ സുഹൃത്തുക്കൾ നടത്തുന്ന വലിയ അധ്വാനമാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ അവസരം പരിപൂർണമായിട്ട് പ്രയോജനപ്പെടുത്തുക. നിങ്ങളുടെ പഠനത്തോടൊപ്പം തന്നെ ഈ പഠ്യേതരമായിട്ടുള്ള സർഗപരമായിട്ടുള്ള ആത്മാവിഷ്കാരത്തിൻ്റെതായിട്ടുള്ള ഈ മേഖല നിങ്ങൾ പ്രയോജനപ്പെടുത്തണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ ബാലയരങ്ങിൽ പങ്കെടുക്കുന്ന ഈ മത്സരത്തിൽ പങ്കെടുക്കുന്ന എൻ്റെ മുഴുവൻ കുഞ്ഞ് കലാകാരന്മാർക്കും അതിൻ്റെ പിന്നിൽ പ്രയത്നിക്കുന്ന നന്മയിലെയും സർഗവനിതയിലെയും പ്രിയമുള്ള കലാകാരന്മാർക്കും എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവിധമായിട്ടുള്ള അഭിനന്ദനങ്ങളും. നമസ്തേ, ഞാൻ ഹരീന്ദ്രനാഥ്, നന്മയുടെ സംസ്ഥാന കമ്മിറ്റി അംഗവും ബാലുശ്ശേരി മേഖല പ്രസിഡന്റുമാണ്. നന്മയുടെ ചരിത്ര വഴികളിൽ ഏറ്റവും മഹനീയമെന്ന് വിശേഷിപ്പിക്കാവുന്ന ഒന്നാണ് നന്മ ബാലയരങ്ങ് ഓൺലൈൻ സംസ്ഥാന കലോത്സവം. 12,000 കുട്ടികളാണ് മത്സര രംഗത്തുള്ളത്. അത് ചെറിയൊരു കാര്യമല്ലല്ലോ. ആദ്യഘട്ടമായ മേഖലാ കലോത്സവം കഴിഞ്ഞു, അതിൻ്റെ വിധി നിർണയവും കഴിഞ്ഞു. മത്സരിച്ച കുട്ടികളിൽ നിന്നും അവരുടെ രക്ഷിതാക്കളിൽ നിന്നും വളരെ നല്ല അഭിപ്രായമാണ് മത്സരങ്ങളെ സംബന്ധിച്ച് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഓരോ പോസ്റ്റുകളിൽ നിന്നും നമുക്കത് വളരെ വ്യക്തമായ രീതിയിൽ മനസ്സിലാവുന്നുണ്ട്. ബാലയരങ്ങിലേക്ക് ഈ കുട്ടികളെ മുഴുവൻ കൊണ്ടുവരിക എന്നുള്ളതും നമ്മുടെ ഈ കലോത്സവത്തിൻ്റെ ഒരു ലക്ഷ്യമാണല്ലോ. കുട്ടികൾ താല്പര്യപൂർവ്വം നന്മയെക്കുറിച്ച് അന്വേഷിക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ശുഭോദർക്കമായ ഒരു കാര്യമാണ്. ഈ കൊറോണ കാലത്ത് ഏറ്റവും നൊമ്പരം അനുഭവിക്കുന്നത് നമ്മുടെ കുട്ടികളാണ്. കലാലയ അന്തരീക്ഷം അവർക്ക്
നഷ്ടപ്പെട്ടതുകൊണ്ട് വളരെ ആശങ്കയിലാണ് അവർ ഭാവിയെ ഉറ്റുനോക്കുന്നത്. എന്ത് ചെയ്യണമെന്നറിയാതെ ഉള്ള ഒരു ഭീകരമായ അവസ്ഥ. അവരുടെ നീറുന്ന മനസ്സിലേക്ക് പ്രഭ ചൊരിയുന്ന ഒരു വിളക്കായി ഈ കലോത്സവം മാറിയിരിക്കുകയാണ്. കലോത്സവ മാമാങ്കത്തിൻ്റെ രണ്ടാം ഘട്ടമായ ജില്ലാ കലോത്സവം ആരംഭിക്കുകയാണല്ലോ. മത്സരാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും നന്മയുടെ അഭ്യുദയകാംക്ഷികൾക്കുമെല്ലാം ഈ അവസരത്തിൽ നന്മ നേരുകയാണ്. ജില്ലാ കലോത്സവത്തിന് അതിൻ്റെ വിജയത്തിനായി പ്രവർത്തിക്കുന്ന ജില്ലയിലെ പ്രഗത്ഭരായ സാരഥികൾക്കും ഈ കലോത്സവത്തിനും എല്ലാം ആശംസകൾ അർപ്പിക്കുകയാണ്. നന്മ നിറഞ്ഞ ആശംസകൾ. നന്ദി, നമസ്കാരം. നമസ്കാരം. ഞാൻ LC സുകുമാരൻ. നന്മ ബാലയരങ്ങ് ഓൺലൈൻ കോഴിക്കോട് ജില്ലാ കലോത്സവം നവംബർ 15 ആരംഭിക്കുകയാണ്. ഈ കലോത്സവത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. കലാസ്നേഹികളെ, ഈ മത്സരത്തിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥിനികളെ, കേരളത്തിലുടനീളം നന്മയുടെ ആഭിമുഖ്യത്തിൽ ഇതുപോലൊരു മത്സരം സംഘടിപ്പിച്ച് വളരെ ഭംഗിയായി തന്നെ നടന്നു വരികയാണ്. മേഖലാതല മത്സരങ്ങൾ കഴിഞ്ഞു. ഇന്ന് ജില്ലാതല മത്സരം ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു കഴിഞ്ഞു. നമുക്കറിയാം, ഒരു മഹാമാരിയുടെ കാലത്താണ് ഈ സംരംഭം നടക്കുന്നത്. കഴിഞ്ഞ വർഷം യുവജനോത്സവം ഉണ്ടായിരുന്നില്ല. മാനസികമായി പിരിമുറുക്കത്തിലേർപ്പെടുന്ന ഒരുപാട് കുട്ടികളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാലും വളരെ അധികം ആളുകളൊക്കെ തന്നെ അതൊക്കെ തരണം ചെയ്ത് വരുന്നൊരു സന്ദർഭമാണത്. മഹാമാരിയെ മാത്രം പേടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ യുവജനോത്സവം നടത്താൻ കഴിയാതെ പോയത് കൊണ്ട് തന്നെ നന്മ ആ സംരംഭം ഏറ്റെടുത്തിരിക്കുകയാണ്. ഈ സ്റ്റേജിലൊന്നും നമ്മൾ നേരിട്ട് കാണുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും സാധാരണ യുവജനോത്സവത്തിൽ നടക്കുമ്പോൾ തന്നെയാണ്. 38 ഐറ്റം മത്സരങ്ങൾ, വിവിധ ഇനം കുട്ടികൾ എന്ന് വേണ്ട ഒരുപാട് സന്തോഷം നിറഞ്ഞ ഒരു സന്ദർഭമാണ്. മേഖലാതലം കഴിഞ്ഞാൽ ഇനി സംസ്ഥാന തലം ഉണ്ട്. മിക്കവാറും ഈ തെരഞ്ഞെടുപ്പിൻ്റെ ശേഷമാവാനാണ് സാധ്യത. അതിൻ്റെ ഇടയിൽ തെരഞ്ഞെടുപ്പ് വന്നുകൊണ്ട് അതിൻ്റെ പ്രവർത്തനത്തിൽ പോകും. എന്തായാലും ഈ സംരംഭത്തിൽ വലിയ പിന്തുണയാണ് കേരളത്തിലുടനീളം ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ നിന്ന് മാത്രമല്ല, കേരളത്തിൻ്റെ പുറത്തു നിന്നും ഈ സംരംഭത്തിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഒരുപാട് സന്ദേശങ്ങൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരാണെങ്കിലോ സാധാരണ യുവജനോത്സവങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് പ്രഗത്ഭരായ ജഡ്ജസായാലും അതുപോലെ അതിൻ്റെ സഹപ്രവർത്തകരായാലും ഒക്കെ തന്നെ ഇതിൻ്റെ പിന്നണിയിലൊക്കെ സഹായിച്ചു തന്നിട്ടുള്ള അവർക്ക് നന്ദി രേഖപ്പെടുത്താനും കൂടി ഈ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. ഈ സംരംഭത്തിന് ഞങ്ങൾക്ക് കിട്ടിയ വിജയം ആ നിലയ്ക്ക് കണ്ടുകൊണ്ട് തന്നെ നന്മ എന്ന സംഘടനയിൽ ഭാവി കാര്യങ്ങളിൽ, ഭാവി പ്രവർത്തനങ്ങളൊക്കെ തന്നെ സഹായിക്കാനും കൂടി നിങ്ങളിൽ നിന്ന് സന്മനസ്സുണ്ടാവണം.
കഴിയാവുന്നത്ര ആളുകൾ നന്മയിലും അംഗത്വം കൊടുക്കണം. അങ്ങനെയുള്ള തുടങ്ങിയിട്ട് ഒരുപാട് കാര്യങ്ങൾ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് നന്മ. 44ഓളം വിഭാഗങ്ങൾ ഈ കലാ വിഭാഗത്തിലുണ്ട്. ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടത്തിയതിൻ്റെ ഭാഗമായി തന്നെ സർക്കാരിൽ നിന്നൊക്കെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമായില്ല, ഇനിയും ഒരുപാട് കാര്യങ്ങൾ കലാകാരൻ്റെ അവസ്ഥകൾ നിറവേറ്റുന്നതിന് വേണ്ടി ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ചെയ്യേണ്ടതുണ്ട്. ഈ കൂട്ടത്തിൽ പറയട്ടെ, നമ്മുടെ ഒരു സുഹൃത്ത്, നന്മയുടെ സുഹൃത്ത് ഇടക്കാലത്ത് നമ്മളെ വിട്ടു പിരിഞ്ഞു പോയിട്ടുണ്ട്. ഈ മഹാമാരിയുടെ കെടുതികളെ താങ്ങാൻ കഴിയാത്ത അവസ്ഥയിലേക്കാണ് പോയിട്ടുള്ളത്. ബാക്കി മറ്റുള്ളവരോട് പറയാനുള്ളത്, ദയവായി അത്തരമൊരു സാഹചര്യത്തിലേക്ക് ചിന്തിക്കരുത്. കാലങ്ങൾ മാറി വരും, മഹാമാരി പോകും. അതുവരെ പിടിച്ചു നിൽക്കാൻ ആവശ്യമായ മാനസികമായ തയ്യാറെടുപ്പ് എല്ലാവരിലും ഉണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ടും ഈ സംരംഭത്തിൻ്റെ മുഴുവൻ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. പ്രിയപ്പെട്ടവരെ, ഞാൻ ബാലൻ മാസ്റ്റർ, നന്മയുടെ കോഴിക്കോട് ജില്ലാ വൈസ് പ്രസിഡന്റ്, വടകര മേഖലയുടെ പ്രസിഡന്റ്. വളരെ ആശങ്കയോടെയാണ് നമ്മൾ ഈ ഓൺലൈൻ കലോത്സവം ആസൂത്രണം ചെയ്തത്. എന്താകും എന്നതിനെക്കുറിച്ച് ഒരു രൂപവും ഉണ്ടായിരുന്നില്ല. പക്ഷേ ദിവസങ്ങൾ മുന്നോട്ട് പോകുന്തോറും ഞങ്ങൾക്ക് കൂടുതൽ കൂടുതൽ ആവേശമാണ് ഉണ്ടായിരുന്നത്. പങ്കാളികളുടെ ധാരാളിത്വം എന്ന് തന്നെ വിശേഷിപ്പിക്കട്ടെ. ഇത് കേൾക്കാൻ കാത്തിരുന്നത് പോലെയാണ് നമ്മുടെ ബാലയരങ്ങ് വിദ്യാർത്ഥികൾ ഇതിൽ പങ്കെടുക്കാൻ താല്പര്യം കാണിച്ചത്. ഏതായാലും ഈ കലോത്സവത്തിൻ്റെ വിജയത്തിനു വേണ്ടി പരിശ്രമിച്ച ബാലയരങ്ങിലെ അംഗങ്ങളെയും അവർക്ക് പ്രോത്സാഹനവും പ്രചോദനവും നൽകിക്കൊണ്ടിരിക്കുന്ന രക്ഷിതാക്കളെയും ഇതിൻ്റെ സംഘാടകരെയും നന്മയുടെ മെമ്പറല്ലാതെ നന്മയോട് സാഹോദര്യം പുലർത്തുന്ന മറ്റു കലാകാരന്മാരെയും ഈ അവസരത്തിൽ ഹാർദമായി അഭിനന്ദിക്കാനും ഞങ്ങളുടെ സന്തോഷം അവരെ അറിയിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് നന്മയുടെ ജില്ലാ കലോത്സവത്തിൻ്റെ ഉദ്ഘാടനമാണ്. ഈ ഉദ്ഘാടനം സമ്മേളനത്തിൽ സംബന്ധിക്കാൻ കഴിഞ്ഞത് വലിയൊരു ആഹ്ലാദമായി തന്നെയാണ് കാണുന്നത്. ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി അഹോരാത്രം പരിശ്രമിച്ച നന്മയുടെ ചില പ്രവർത്തകരുണ്ട്. അവരെ എത്ര തന്നെ പ്രശംസിച്ചാലും മതിയാവില്ല. അവരെ പ്രശംസിക്കുന്നു. പങ്കെടുക്കുന്ന എല്ലാവർക്കും തന്നെ നല്ല രീതിയിൽ പരിപാടികൾ അവതരിപ്പിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വിജയിച്ച വിദ്യാർത്ഥികൾക്ക് കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലുള്ള മത്സരങ്ങളിൽ സംബന്ധിക്കാൻ ഇടവരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ഈ ചടങ്ങിന് സന്നിഹിതരായിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട കൊച്ചു കലാകാരികളെ, കലാകാരന്മാരെ, പ്രിയ സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഞാൻ മഠത്തിൽ രാജീവൻ, നന്മ സംസ്ഥാന കമ്മിറ്റി അംഗം, കോഴിക്കോട് ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറി. എല്ലാവർക്കും നമസ്കാരം. നന്മ
ബാലയരങ്ങ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കുട്ടികളുടെ കലോത്സവങ്ങൾ നടന്നു കഴിഞ്ഞിരിക്കുന്നു. തീർച്ചയായും ഒരു പ്രത്യേക സാഹചര്യത്തിൽ കൂട്ടിലടയ്ക്കപ്പെട്ട അവസ്ഥയിലായ നമ്മുടെ കുട്ടികളെ അവരുടെ സർഗവാസനകൾ പരിപോഷിപ്പിക്കുന്നതോടൊപ്പം തന്നെ മാനസികമായി ഉണർവും ഉത്തേജനവും നൽകുക എന്ന ഒരു ബോധത്തോടു കൂടിയാണ് നന്മ ബാലയരങ്ങ് കലോത്സവം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ പരിപാടിയിൽ പങ്കെടുത്തിരിക്കുന്ന മുഴുവൻ കൊച്ചു കലാകാരികൾക്കും കലാകാരന്മാർക്കും ഞാൻ ആദ്യമേ അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ മുൻപ് പരിചയമില്ലാത്ത ഒരു വലിയ പ്രക്രിയയാണ് നാം ഏറ്റെടുത്തിരിക്കുന്നത്. ഈ പ്രവർത്തനം വളരെ സങ്കീർണമായ രീതിയിലുള്ള ഈ പ്രവർത്തനം പൂർത്തീകരിച്ച ഇതിൻ്റെ എല്ലാ സംഘാടകരോടും എൻ്റെ കടപ്പാട് അറിയിക്കുന്നു. അവർക്കൊക്കെ തന്നെ ഞാൻ അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തുന്നു. ഇന്ന് മുതൽ നമ്മുടെ കോഴിക്കോട് ജില്ലയുടെ ബാലയരങ്ങ് കലോത്സവം ആരംഭിക്കുകയാണ്. ഈ കലോത്സവത്തിൽ പങ്കെടുത്ത എല്ലാ കലാകാരികൾക്കും കലാകാരന്മാർക്കും ഞാൻ ആദ്യമേ ആശംസയർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ഇതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ച വിശിഷ്യ ജില്ലാ സെക്രട്ടറി പ്രദീപ് ഗോപാൽ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തുന്നതോടൊപ്പം ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. മുരളീധരൻ പറയിച്ചേരി, മലയാള കലാകാരന്മാരുടെ ദേശീയ സംഘടനയായ നന്മയുടെ കോഴിക്കോട് മേഖലാ സെക്രട്ടറി. നന്മ ബാലയരങ്ങ് സംഘടിപ്പിക്കുന്ന ജില്ലാ കലോത്സവത്തിന് അഭിവാദ്യങ്ങൾ അറിയിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ പ്രദീപ് ഗോപാൽ, നന്മയുടെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയാണ്. നന്മയിന്ന് കേരളമൊട്ടാകെ വലിയൊരു ദൗത്യമാണ് ഏറ്റെടുത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. നന്മയുടെ ബാലയരങ്ങ് കലോത്സവം ഇത്രമാത്രം വിജയത്തിലേക്ക് എത്താനുള്ള ഏറ്റവും വലിയൊരു കാരണമെന്ന് പറയുന്നത് സംസ്ഥാന ഘടകത്തിൻ്റെ പ്രവർത്തനം തന്നെയാണ്. അതിനെ പിന്താങ്ങിക്കൊണ്ട് യൂണിറ്റ്, മേഖല, ജില്ലാ പ്രവർത്തകരും നന്മയുടെ കൂട്ടുകാരുമൊക്കെ ഒത്തുചേർന്നപ്പോൾ ഇത് വലിയൊരു വിജയത്തിലേക്ക് എത്തുകയാണ് ഉണ്ടായത്. ഏകദേശം 12,000-ഓളം കുട്ടികൾ കേരളമൊട്ടാകെ ഈ കലോത്സവത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. കോഴിക്കോട് മാത്രം 2,500-ഓളം കുട്ടികളുണ്ട്. അതിൽ തിരഞ്ഞെടുക്കപ്പെട്ട കുട്ടികളാണ് ഇന്നിപ്പോൾ ജില്ലാ കലോത്സവത്തിൽ മാറ്റൊരുക്കുന്നത്. ഈ കോവിഡ് കാലത്ത് കുട്ടികളുടെ കഴിവ് പ്രകടിപ്പിക്കാനും അവരുടെ സർഗശേഷി പ്രദർശിപ്പിക്കാനുമൊക്കെ അവസരം നഷ്ടപ്പെടുന്നത് കൊണ്ടാണ് നന്മ ഇത്തരമൊരു കലോത്സവത്തെക്കുറിച്ച് ചിന്തിക്കാനുണ്ടായ കാരണം. ഏതായാലും കോഴിക്കോട് ജില്ലയുടെ കലോത്സവം വലിയൊരു വിജയമാക്കി തീർക്കാൻ പ്രവർത്തിച്ച യൂണിറ്റ്, മേഖല, അതേപോലെ തന്നെ ജില്ലാ പ്രവർത്തകരും ഭാരവാഹികളുമായിട്ടുള്ളവരും നന്മയുടെ കൂട്ടുചേർന്ന് നിൽക്കുന്നവരും എല്ലാവരെയും അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. പ്രത്യേകം എടുത്തു പറയേണ്ടത് സർഗവനിതയുടെ പ്രവർത്തകരാണ്. അവരുടെ പ്രവർത്തനം വലിയ തോതിൽ നന്മയുടെ ഈ ഒരു കോഴിക്കോട് ജില്ലയുടെ കലോത്സവത്തെ മാറ്റുകൂട്ടാൻ ഉപകാരപ്പെട്ടിട്ടുണ്ട്. അവരെല്ലാം അനുമോദിക്കാനും അഭിനന്ദിക്കാനും ഈ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തുന്നു. അതേപോലെ തന്നെ ഈ കലോത്സവത്തിൽ പങ്കെടുത്തവരും ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവരുമായ കുട്ടികളെ എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനം അറിയിക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കലാകാരന്മാരെ, സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗിരീഷ് ഇല്ലത്തുതാഴം. നന്മയുടെ ബാനറിൽ ബാലയരങ്ങ് കലോത്സവം സംസ്ഥാനത്തുടനീളം നടന്നുകൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട് ജില്ലയിൽ വിവിധ മേഖലകളിലായി മത്സരം ഇപ്പോൾ നടന്നു കഴിഞ്ഞു.
ഓരോ മേഖലാ മത്സരത്തിൽ നിന്നും വിജയശ്രീലാളിതരായ വിദ്യാർത്ഥികളാണ് ജില്ലാ കലോത്സവത്തിൽ മാറ്റുരയ്ക്കുന്നത്. ഈ സന്ദർഭത്തിൽ ജില്ലയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഞാൻ വിജയാശംസകൾ നേരുകയാണ്. ഈ ജില്ലാ കലോത്സവത്തിൻ്റെ സാംസ്കാരിക ചടങ്ങാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സാംസ്കാരിക ചടങ്ങിന് ഈ ജില്ലാ കലോത്സവം ഉദ്ഘാടനം ചെയ്യാൻ നമുക്ക് കിട്ടിയത് നമ്മുടെ കോഴിക്കോട്ടുകാരൻ തന്നെയായ പ്രശസ്ത സിനിമാ താരം ശ്രീ മാമുക്കോയ അവർകളാണ്. അദ്ദേഹത്തിന് ഞാൻ നന്മയുടെ പേരിൽ കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. മറ്റൊന്ന്, ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചത് നന്മയുടെ തന്നെ എക്സിക്യൂട്ടീവ് മെമ്പറും അതുപോലെ ഈ ബാലയാരങ്ങ് ജില്ലാ കലോത്സവത്തിൻ്റെ ചെയർമാനുമായ ശ്രീ ഷിബു മുത്താട്ടാണ്. അദ്ദേഹത്തിന് ഞാൻ നന്ദി പ്രകാശിപ്പിക്കുന്നു. കൂടാതെ ഈ ചടങ്ങിൽ സ്വാഗതം ആശംസിച്ചത് നന്മ ബാലയാരങ്ങിൻ്റെ കോഴിക്കോട് ജില്ലയുടെ കൺവീനറായ ശ്രീ രാജീവ് ബൈപ്പൂരാണ്. അദ്ദേഹത്തിനും ഞാൻ നന്ദി പ്രകാശിപ്പിക്കുന്നു. ഈ ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നമുക്ക് ലഭിച്ചിട്ടുള്ളത് നമ്മുടെ സൂര്യ കൃഷ്ണമൂർത്തി സാർ, കേരള സംഗീത നാടക അക്കാദമിയുടെ മുൻ ചെയർമാനും നാടകകൃത്തും സംവിധായകനുമൊക്കെയായ സൂര്യ കൃഷ്ണമൂർത്തി സാറിനെയാണ്. അദ്ദേഹത്തിനും ഞാൻ നന്മയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. മറ്റൊന്ന്, നന്മയുടെ സംസ്ഥാന പ്രസിഡൻറ്റും അക്കാദമിയുടെ ഇപ്പോഴത്തെ വൈസ് ചെയർമാനുമായ നാടകകൃത്തുമായ സേവ്യർ പുൽപ്പാട് സാറാണ് നമുക്ക് ഈ ചടങ്ങിൽ ആശംസ അർപ്പിക്കാൻ എത്തിയിട്ടുള്ളത്. അദ്ദേഹത്തെയും ഞാൻ നന്മയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. കൂടാതെ നന്മയുടെ സ്റ്റേറ്റ് വൈസ് പ്രസിഡൻറ്റും കോഴിക്കോട് ജില്ലാ പ്രസിഡൻറ്റുമായ ശ്രീ വിൽസൺ സാമുവൽ, അദ്ദേഹത്തിന് ഞാൻ നന്മയുടെ പേരിൽ എൻ്റെ സ്വന്തം പേരിലും നന്ദി പ്രകാശിപ്പിക്കുന്നു. കൂടാതെ പ്രശസ്ത നാടകകൃത്തും സംവിധായകനുമൊക്കെയായ ശ്രീ KR മോഹൻദാസ് സാറാണ് ഈ ചടങ്ങിൽ നമുക്ക് ആശംസ അർപ്പിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന് ഞാൻ നന്മയുടെ പേരിൽ നന്ദി പ്രകാശിപ്പിക്കുന്നു. കൂടാതെ പ്രശസ്ത നാടക നടനും സംവിധായകനും സിനിമാ നടനുമൊക്കെയായ ശ്രീ വിജയൻ ബി നായർക്കും ഞാൻ എൻ്റെ പേരിലും നന്മയുടെ പേരിലും നന്ദി പ്രകാശിപ്പിക്കുന്നു. കൂടാതെ ഈ ചടങ്ങിൽ നമുക്ക് ആശംസകളുമായി എത്തിയിട്ടുള്ളത് പ്രശസ്ത സിനിമാ താരവും സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്ന് ബിരുദമെടുത്ത ഒട്ടനവധി നാടകങ്ങളിലൂടെ പ്രശസ്തി നേടിയ ശ്രീ വിജയൻ കാരന്തൂർ അവർകളാണ്. അദ്ദേഹത്തിന് ഞാൻ നന്മയുടെ ബാനറിലും എൻ്റെ സ്വന്തം പേരിലും നന്ദി പ്രകാശിപ്പിക്കുന്നു. കൂടാതെ നന്മ ബാലയരങ്ങിൻ്റെ സംസ്ഥാന കോർഡിനേറ്ററായ ശ്രീ കലാമണ്ഡലം സത്യവർദ്ധൻ മാസ്റ്റർ ആണ് ഈ ചടങ്ങിൽ മറ്റൊരു ആശംസ അർപ്പിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിനും ഞാൻ നന്മയുടെ പേരിൽ നന്ദി പ്രകാശിപ്പിക്കുന്നു. കൂടാതെ നമ്മുടെ നന്മയുടെ സർഗവനിത സംസ്ഥാന പ്രസിഡന്റ് ജാനമ്മ കുഞ്ഞുണ്ണി അവർകളാണ്. മാഡത്തിനും ഞാൻ നന്മയുടെ പേരിൽ നന്ദി പ്രകാശിപ്പിക്കുന്നു. കൂടാതെ നന്മയുടെ സംസ്ഥാന ഭാരവാഹികൾ, ജില്ലാ ഭാരവാഹികൾ, സർഗവനിതയുടെ ഭാരവാഹികൾ, പ്രവർത്തകർ, കൂടാതെ രക്ഷിതാക്കൾ, കുട്ടികൾ, ഈ പ്രോഗ്രാം വൻ വിജയമാക്കി തീർക്കാൻ ഇതിൻ്റെ ഓൺലൈനിലൂടെ ഇത് വിജയകരമായി പ്രാവർത്തികമാക്കാൻ ശ്രമിച്ച നമ്മുടെ സുഹൃത്തുക്കൾ, അതേപോലെ യൂണിറ്റ് തല പ്രവർത്തനം കാഴ്ചവെച്ച നമ്മുടെ മെമ്പർമാർ, നന്മയുടെ മേഖലയുടെ വിവിധ ഭാരവാഹികൾ, ചെയർമാൻമാർ, ഈ ബാലയാരങ്ങ് കലോത്സവത്തിന് വേണ്ടി എല്ലാ മേഖലകളും ഒരു സ്വാഗത സംഘം തന്നെ രൂപീകരിച്ച് കൺവീനർമാരെയും ചെയർമാൻമാരും ഒക്കെ ആയിട്ട് വിവിധ കമ്മിറ്റികൾ തന്നെ രൂപീകരിച്ചിട്ടാണ് ഈ മഹോത്സവം വൻ വിജയമാക്കി തീർത്തത്. അതിലെല്ലാം പെട്ട എല്ലാ കമ്മിറ്റി മെമ്പേഴ്സിനും ഞാൻ എൻ്റെ പേരിലും നന്മയുടെ പേരിലും കോഴിക്കോട് ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി നന്ദി പ്രകാശിപ്പിക്കുകയാണ്. എല്ലാവരുടെയും അനുവാദത്തോടു കൂടി, അധ്യക്ഷൻ്റെ അനുമതിയോടുകൂടി ഈ ചടങ്ങ് അവസാനിച്ചതായി പ്രഖ്യാപിക്കുന്നു. താങ്ക് യു.